ജയിലിൽ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണവും കിടക്കയും വേണം. കോടതിയിൽ കെ. കവിത. ജയിലിൽ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണവും കിടക്കയും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഭാരത് രാഷ്ട്ര സമിതി നേതാവ് കെ. കവിത കോടതിയെ സമീപിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി റോസ് അവന്യൂ കോടതിയിൽ കവിതയുടെ അഭിഭാഷകൻ അപേക്ഷ നൽകി. നിലവിൽ തിഹാർ ജയിലിൽ കഴിയുന്ന കവിതയെ ഡൽഹി കോടതി ഏപ്രിൽ 9 വരെ 14 ദിവസത്തേക്കാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. പിന്നാലെയാണ് തിഹാർ ജയിലിലേക്ക് മാറ്റിയത്. വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണവും കിടക്കയും ലഭ്യമാക്കാൻ ജയിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് നിർദ്ദേശം നൽകണമെന്നാണ് കവിതയുടെ അപേക്ഷ. തൻ്റെ കണ്ണടയും ജപമാലയും ജയിലിൽ എത്തിക്കണമെന്നും ഇവ കൂടാതെ ചെരുപ്പ്, ബെഡ്ഷീറ്റ്, പുസ്തകങ്ങൾ, ബ്ലാങ്കറ്റ്, പേന, പേപ്പർ ഷീറ്റുകൾ, ആഭരണം, മരുന്ന് തുടങ്ങിയ പല സാധനങ്ങളും ജയിലിൽ അനുവദിക്കണമെന്ന് ജയിൽ അധികൃതർക്ക് നിർദ്ദേശം നൽകാൻ അപേക്ഷയിൽ പറയുന്നുണ്ട്. ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടിക്കൊണ്ടുള്ള കോടതി ഉത്തരവിനെ മുൻനിർത്തിയാണ് കവിത പരാതി നൽകിയിട്ടുള്ളത്. എന്നാൽ കോടതി ഉത്തരവിൽ കവിതയ്ക്ക് ജയിലിൽ പ്രത്യേക പരിഗണന നൽകേണ്ടതായി പറഞ്ഞിട്ടില്ലെന്നും ജയിലിൽ ഈ സാധനങ്ങൾ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുമാണ് അധികൃതർ പറയുന്നത്. അതേസമയം പരാതി പരിഗണിച്ച പ്രത്യേക ജഡ്ജി കാവേരി ബവേജ വ്യാഴാഴ്ച തിഹാർ ജയിൽ അധികൃതരോട് പ്രതികരണം തേടുകയും കേസ് മാർച്ച് 30 പരിഗണിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. നിലവിൽ തിഹാറിലെ 6-ാം നമ്പർ ജയിലിൽ 2 വനിതാ തടവുകാർക്കൊപ്പമാണ് കവിതയെ പാർപ്പിച്ചിട്ടുള്ളത്. മദ്യനയ കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ആരോപണത്തിൽ മാർച്ച് 15 വൈകിട്ടാണ് കവിതയെ ED അറസ്റ്റ് ചെയ്തത്. ആദായനികുതി വകുപ്പ് ഹൈദരാബാദിലെ കവിതയുടെ വീട്ടിൽ പരിശോധന നടത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു EDയുടെ അറസ്റ്റ്. തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിൻ്റെ മകളായ കെ. കവിതയുടെ ED കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ മാർച്ച് 26-നാണ് 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. ഡൽഹി മദ്യനയത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുമായും കവിത ഗൂഢാലോചന നടത്തിയെന്നും ഇതിൽ 100 കോടിയോളം കവിതയ്ക്ക് കൈമാറിയെന്നുമാണ് EDയുടെ കണ്ടെത്തൽ. കവിതയുടെ അറസ്റ്റിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാളിനെയും ED കസ്റ്റഡിയിലെടുത്തിരുന്നു.